രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നട്ടലോടുകൂടി പ്രതികരിച്ച് ശ്രീ രമേശ് പിഷാരടി വളരെ നന്മയുള്ള പോസിറ്റീവായ നിലപാട്, വളരെ ബാലൻസ്ഡ് ആയ നിലപാടും ശ്രദ്ധ പുലർത്തണമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രദ്ധ പുലർത്തണമായിരുന്നു. എന്നാൽ സ്ഥാനമാനങ്ങളിൽ നിന്ന് നീക്കേണ്ട കാര്യമില്ല. ഇത് 2-3 ദിവസം മുമ്പ് വന്നതാണ്. എനിക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞാൻ അന്നൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു വേണ്ട, ശ്രീ രമേശ് പിഷാരടി അടക്കമുള്ള പ്രമുഖർ പറയുകയല്ലേ, അത് തന്നെ വലിയൊരു ചർച്ചയും കാര്യങ്ങളും ആകട്ടെ. എന്നാൽ ശ്രീ രമേശ് പിഷാരടിയെ വളരെ കടന്നാക്രമിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നീതു വിജയൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. നീതു വിജയൻ പറയുന്നത് മിസ്റ്റർ രമേശ് പിഷാരടിയെ കടന്നാക്രമിച്ചുകൊണ്ട് നീതു വിജയൻ പറയുന്നു. അതിൽ നീതു വിജയൻ പറയുന്ന ഒരു വാക്ക് വളരെ പ്രധാനമാണ്. ആ പ്രധാനമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം ശ്രദ്ധിച്ചോണം കേട്ടോ. കോൺഗ്രസിലെ നേതാക്കൾ ഒരു തീരുമാനമെടുത്തു. ഇന്ന് രമേശ് പിഷാരടിയുടെ പരാമർശം കണ്ടു. അത് കോൺഗ്രസ് അനുഭാവിയുടേതല്ലാത്തതായി മാറി എന്നുള്ളത്. ഇനി അടുത്ത രസകരമായ ഒരു സാധനമുണ്ട്, അതാണ് എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ടിയുടെ അച്ചടക്ക നടപടി എന്ന് പറയുന്നത് കേവലം പോലീസ് സ്റ്റേഷനിൽ വീഴുന്ന ഒരു FIRന്റെ അടിസ്ഥാനത്തിലോ കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്ന അടിസ്ഥാനത്തിലോ അല്ല എന്ന്. എന്റെ പൊന്നു പെങ്ങൾ നീതുജി, പിന്നെ നിങ്ങളുടെ പാർട്ടി ഏതാണ്? കോൺഗ്രസ്, CPM ഉം BJPയും ഇന്ത്യയിൽ നിയമത്തിന്റെ കീഴിൽ എന്താ പറയണേ നിലനിൽക്കുന്ന പാർട്ടികളാണ്. നമ്മള് നോർത്ത് കൊറിയയും കിം ജോങ് ഉങ് ഒന്നും അല്ല ഇത് എഴുതിയിരിക്കുന്നത്. പാർട്ടിക്ക് വ്യക്തമായ ബോധ്യമുള്ളതിനാകണം ഇങ്ങനൊരു നിലപാടെടുത്തത്. ഇത് കിം ജോങ് ഉങ് ഭരിക്കുന്ന നാടൊന്നുമല്ല. നമ്മുടെ പാർട്ടി ഏത് പാർട്ടിയാണെങ്കിലും, ശ്രീ പിണറായി വിജയനാണെങ്കിലും, ശ്രീ VD സതീശനാണെങ്കിലും, ശ്രീ രാജീവ് ചന്ദ്രശേഖരാണെങ്കിലും, കിം ജോങ് ഉങ് VD സതീശനോ, കിം ജോങ് ഉങ് ചന്ദ്രശേഖരോ, കിം ജോങ് ഉങ് വിജയനോ ഒന്നും അല്ല. അതായത് നിങ്ങളുടെ നേതാക്കൾക്ക് എന്തു ബോധ്യം ഉണ്ടാകട്ടെ, ഈ നാട്ടിൽ തെളിവാണ് പ്രധാനം, കോടതിയാണ് പ്രധാനം, പ്രോസസ്സാണ് പ്രധാനം. ആ പ്രോസസ്സിന്റെ ഭാഗമായി ആ പ്രോസസ്സിനെ അതിലംഘിച്ചുകൊണ്ട് പാർട്ടി നേതാക്കളുടെ ബോധ്യം ഒന്നും പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ശ്രീ രമേശ് പിഷാരടിയെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനം യൂത്ത് കോൺഗ്രസിന്റെ ആൾ കണ്ടു. എന്നിട്ട് അടുത്ത ദിവസം നീതുജി ഇട്ടിരിക്കുന്നത് നന്നായി പ്രതികരിച്ചിട്ടുണ്ട്, നല്ല ഭാഷയാണ്, അതിനെയൊക്കെ അഭിനന്ദിക്കുന്നു, നല്ലതാണ്. നീതു വിജയൻജി അതിനുശേഷം ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം ഒരു ഫോട്ടോ ഇട്ടുണ്ട്. എത്ര വർഷം ഈ മനുഷ്യനെ വേട്ടയാടി, ഓർമ്മയില്ലേ? എത്ര വർഷം സരിതയുടെ കള്ള പരാതിയിൽ, അന്ന് പരാതി ഉണ്ടായിരുന്നു, സരിത മജിസ്ട്രേറ്റിന് മുമ്പിൽ കള്ളമൊഴി കൊടുത്തു. നാട്ടിലെ ഉള്ള മാധ്യമങ്ങളുടെ മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പോലെ പഞ്ചാര അടിച്ചു എന്നൊക്കെ ഉള്ളതല്ല, ക്ലിഫ് ഹൗസിൽ വെച്ച് പല കാര്യങ്ങളും ഉമ്മൻചാണ്ടി സാറ് ചെയ്യിച്ചു അടക്കം എത്ര വ്യാജ പരാതികളും കള്ളപ്പരാതികളും വന്നു. അന്ന് ഈ ഏതെങ്കിലും ഫെമിനിസ്റ്റുകൾ ഉമ്മൻചാണ്ടി സാറിനെ സപ്പോർട്ട് ചെയ്തു? പോട്ടെ, സരിതയുടെ പരാതി വ്യാജമാണെന്ന് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തി. സരിതയ്ക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ധൈര്യം വന്നു? നിങ്ങളിൽ എത്ര വനിതാപക്ഷ പ്രവർത്തകർ, കോൺഗ്രസിന്റെയോ BJPയുടെയോ കമ്മ്യൂണിസ്റ്റിന്റെയോ നിഷ്പക്ഷമോ സാംസ്കാരിക നായകരോ ഒക്കെ ആകട്ടെ, ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി വന്നു എന്ന് തെളിഞ്ഞു, സരിത കള്ളമൊഴിയും കള്ള തരത്തിലാണ് ഇത് പറഞ്ഞതെന്ന് തെളിഞ്ഞു, അത് വ്യാജ പരാതിയാണെന്ന് കോടതി കണ്ടെത്തി, എന്നിട്ട് സരിതയ്ക്കെതിരെ നടപടി എടുക്കാൻ നിങ്ങൾക്ക് പറയാൻ ആവതില്ലാത്ത എന്താ? ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയ അതേ മനസ്സാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടുന്നത്. താഴെ സതീഷ് വാസു എന്ന് പറഞ്ഞ ഒരാൾ നല്ലൊരു കമന്റ് ചെയ്തിട്ടുണ്ട്. ആ സതീഷ് വാസുവിന്റെ കമന്റ് വളരെ കൃത്യമാണ്. ഉമ്മൻചാണ്ടി സാറിനെതിരെ കുറച്ച് ചീത്ത വിളിച്ചിട്ടുണ്ട്, ഞാൻ എടുക്കുന്നില്ല. ഉമ്മൻചാണ്ടി സാറിനെതിരെ അനാവശ്യങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ ആ വലിയ മനുഷ്യന് വേണ്ടി പ്രതികരിച്ചവർ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രതിരോധം തീർക്കുന്നത്. സഹോദരി പരാമർശിച്ച ഉമ്മൻചാണ്ടി സാർ അടക്കമുള്ളവരുടെ പേരുകളോട് ചേർത്ത് വെച്ച് വരുന്ന ആളുകളിൽ രാഹുലും അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരും. ആ അഗ്നിശുദ്ധി നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരട്ടെ. ഇതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് ശ്രീ രമേശ് പിഷാരടിയുടെ ആർജവമാണ്. വളരെ ബാലൻസ്ഡ് ആയി, വളരെ പക്ഷങ്ങളില്ലാതെ നിഷ്പക്ഷമായി, വസ്തുനിഷ്ഠമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കുറെ കൂടെ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ പോസിറ്റീവാണ്, നല്ല കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറെ കൂടെ ശ്രദ്ധിക്കണമായിരുന്നു. എന്നാൽ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കേണ്ട കാര്യമില്ല. ഉമ്മൻചാണ്ടി സാറിനെ അടക്കം എല്ലാ കോൺഗ്രസ്സുകാർക്കെതിരെ ഇതുപോലെ വ്യാജ പ്രചരണങ്ങൾ വന്നില്ലേ? പെണ്ണിനെ ബോംബായി ഉപയോഗിക്കുന്ന, സ്ത്രീയെ ബോംബായി ഉപയോഗിച്ച് ആണിനെ അധിക്ഷേപിക്കുകയും അതിക്രമിക്കുകയും ചെയ്യുന്ന ഒരു തെറ്റായ സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ അമിത ഫെമിനിസ്റ്റ് ആകരുതേ. എനിക്കത് മാത്രമേ പറയുള്ളൂ. ഓവർ ഫെമിനിസം വേണ്ട. ഫെമിനിസത്തോട് ആശയപരമായ വിയോജിപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഫെമിനിസം ബഹുമാനാർഹമായ ഒരു നിലപാട് പറയാൻ, അതിനോട് സമ്മതിക്കാം, ഫൈറ്റ് ചെയ്യാം, തർക്കിക്കാം. ഓവർ ഫെമിനിസം, അമിത ഫെമിനിസം, ഫെമിനാസികൾ എന്ന് അമേരിക്കൻ ടെർമിനോളജിയിൽ വിളിക്കുന്ന, ഫെമിനിസ്റ്റുകൾ എന്ന് മലയാളത്തിൽ വിളിക്കുന്ന, ഫെമിനിസ്റ്റ് മാഫിയ എന്ന് വിളിക്കുന്ന ഈ അമിത ഫെമിനിസം പാടില്ല. ശ്രീ രമേശ് പിഷാരടിയുടെ നല്ല നട്ടലുള്ള ഒരു കോൺഗ്രസ്സുകാരന്റെ നിലപാടാണ്, നട്ടലുള്ള ഒരു മലയാളിയുടെ മനുഷ്യന്റെ നിലപാടാണ്.
പൊതുവെ കോൺഗ്രസ്സുകാർ പലപ്പോഴും അത്ര നിസ്വാർത്ഥമായിട്ടുള്ള സമീപനങ്ങളും മറ്റും എടുക്കില്ല, നാട്ടുകാർ ആക്രമിക്കുമെന്ന് വിചാരിച്ച്. ആ നിലപാടെടുത്ത ശ്രീ രമേശ് പിഷാരടിക്ക് ഒരു വലിയ കയ്യടി. അത് ധാർമ്മികതയും സത്യസന്ധതയും ബാലൻസും ഉള്ള നിലപാടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അഭിനന്ദിക്കപ്പെടേണ്ടത്. ശ്രീമതി നീതു, താങ്കൾ പുനർചിന്തിക്കണം. ദൈവത്തെ ഓർത്ത് അമിത ഫെമിനിസ്റ്റ് നിലപാടിലേക്ക് പോരുന്നത്. അതെടുക്കാൻ CPM അപ്പുറത്തുണ്ട്. അത് നിങ്ങളായിട്ട് എടുത്തു കൊടുക്കേണ്ട കാര്യമില്ല. അത് ഇടതുപക്ഷത്തു നിന്നോ കടുത്ത ഇടതുപക്ഷത്തു നിന്നോ ആ നിലപാടുകൾ എടുക്കാൻ CPM ഉണ്ട്. നിങ്ങൾ കുറച്ചുകൂടി ഒരു സെൻട്രസ്റ്റ് സ്പേസ്, ബാലൻസ് സ്പേസ് നിൽക്കുന്ന പാർട്ടിയാണ് എന്ന് മറക്കരുത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറിനെ പോലെ അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.